അക്കൗണ്ടിംഗ് ബേസിക് സീരീസിലെ എപ്പിസോഡ് നമ്പർ 1 ആണിത്. നമ്മളിന്ന് അസറ്റ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു സിനാരിയോ നോക്കാം. ഇത് ഫെബ്രുവരി എന്ന് പറയുന്ന മാസമാണ്. സോ കഴിഞ്ഞ മാസം അതായത് ജാനുവരിയിൽ ഞാൻ ക്യാഷ് കൊടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബൈക്ക് പർച്ചേസ് ചെയ്തു. സോ ഇത് ഓൾറെഡി ഹാപ്പൻഡ് ആണ്, നടന്ന കാര്യമാണല്ലേ. സോ ഇത് നമുക്ക് പാസ്റ്റ് ഇവന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു പാസ്റ്റ് ഇവന്റ് ആണ്. ഈ ബൈക്ക് ഞാനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ആരോടും ഈ ബൈക്ക് ഞാൻ യൂസ് ചെയ്തോട്ടെ, അതുപോലെ തന്നെ എന്തേലും ഓൾട്രേഷൻസും കാര്യങ്ങളും ചെയ്തോട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് എൻ്റെയാണ്. സോ എനിക്ക് എന്തുണ്ട്, കൺട്രോൾ ഉണ്ട്. ഓക്കെ, കൺട്രോൾ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് മന്ത് മുതൽ, അതായത് മാർച്ച് മുതൽ ഈ ബൈക്ക് യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എക്സെട്ര അങ്ങനെ കുറേ ഡെലിവറി ബോയ്സ് ഒക്കെ ഇല്ലേ. സോ അതേപോലെ. സോ അതുവഴി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊരു എക്കണോമിക് റിസോഴ്സ്, അതായത് ബൈക്ക് ഒരു എക്കണോമിക് റിസോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. എന്താണ് എക്കണോമിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ അസറ്റിന് ഒരു വാല്യൂ ഉണ്ട് അല്ലെ. ഈ ബൈക്ക് എന്ന് പറയുന്ന അസറ്റിന് ഒരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മണി ഏൺ ചെയ്യുന്നില്ലേ, അതാണ് ഫ്യൂച്ചർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് സിംപിളി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാസ്റ്റ് ഈവന്റ് കാരണം എനിക്കൊരു എക്കണോമിക് റിസോഴ്സ്, ഓക്കെ ഈ ബൈക്കാണ് എക്കണോമിക് റിസോഴ്സ്. എക്കണോമിക് റിസോഴ്സിന് മേലെ കൺട്രോൾ ഉണ്ട്, അതായത് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. സോ അസറ്റ് ഈസ് എ പ്രസന്റ് എക്കണോമിക് റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. CPF എന്ന് പറയുന്നത് കൺട്രോളും പാസ്റ്റ് ഈവൻറ്റും അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക ഒരു ഐറ്റത്തിന്. ഇഫ് ഈ CPF കൺട്രോളും പാസ്റ്റ് ഈവൻറ്റും ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അതൊരു അസറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും.